ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിന് തരുവാൻ സാധിക്കാത്ത ഒരു വലിയ സന്തോഷം ക്രിസ്തുവിൽ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ച കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുവിൻ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സ്നേഹമുള്ളവരെ, നാം എത്ര പാപികളാണെങ്കിലും പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുവാൻ കടന്നു വന്ന യേശുനാഥൻ നമ്മെ എവരെയും സ്നേഹിക്കുന്നു. വിശ്വാസത്തോടെ നാം അവിടുത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയമോ നിരാശയോ കുറ്റബോധമോ വേണ്ട. കാരണം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, കർത്താവ് നമ്മെ കരുതുന്നു. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. സ്നേഹമുള്ളവരെ, ദുരിതങ്ങളുടെയോ സഹനങ്ങളുടെയോ ജീവിതത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും പ്രത്യാശാഭരിതമായ ഒരു നല്ല ഭാവിയിലേക്ക് കടന്നു പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം നമ്മോട് പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ് യേശു നമ്മേവരെയും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ നാമം സ്തുതികളോടെ ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. ആ സ്നേഹം എത്ര വലുതാണ്! നമുക്ക് അവിടുത്തെ സ്തുതിക്കാം, അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. അൻപേറും യേശുവിന്റെ സ്നേഹം, അൻപേറും യേശുവിൻ സ്നേഹമാശ്ചര്യം, തുമ്പങ്ങളേറുമീ ജീവിതം സദാ അൻപാർന്നു പാടുവാൻ ഉണ്ടനവധി. ഇമ്മാനുവേലവൻ ചെയ്ത നന്മകൾ അൻപാർന്നു പാടുവാൻ ഉണ്ടനവധി. ഇമ്മാനുവേലവൻ ചെയ്ത നന്മകൾ. ആ സ്നേഹമേ എത്ര മാധുര്യം, ആ നാമം, ആ നാമമേ എത്ര ഹല്ലേലൂയ. ആ സ്നേഹമേ എത്ര മാധുര്യം, എത്ര മാധുര്യം, ആ നാമമേ എത്ര ആനന്ദം. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് നമ്മെ മോചിപ്പിച്ച കർത്താവ് പറയുന്നു, വൻ പരിശോധനകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, എങ്കിലും നീ ധൈര്യമായിരിക്കുക, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി. നമുക്ക് അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിക്കാം, അവിടുത്തെ നാമത്തിൽ ആശ്രയിക്കാം, അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് എത്രയോ നല്ല ദൈവമാണ്. എൻ പാപം പോക്കുവാൻ മണ്ണിൽ വന്നവനേ, നിൻ പാദ സേവയാണെൻ പ്രമോദമേ. എൻ പാപം പോക്കുവാൻ മണ്ണിൽ വന്നവനേ, നിൻ പാദ സേവയാണെൻ പ്രമോദമേ. വൻ പരിശോധന കൊണ്ടു ജീവിതേ, പൊന്നു മഹേശനെ നിൻ കൃപ മതി. വൻ പരിശോധന കൊണ്ടു ജീവിതേ, പൊന്നു മഹേശനെ നിൻ കൃപ. യേശുവിന്റെ സ്നേഹം, ആ സ്നേഹമേ എത്ര മാധുര്യം, എത്ര മാധുര്യം, ആ യേശുവിന്റെ നാമം, ആ നാമമേ എത്ര
എത്രയാനന്ദം ആ സ്നേഹമേ എത്ര മാധുര്യം ആ നാമമേ എത്രയാനന്ദം. ആമേൻ. ജീവിതഭാരങ്ങളുടെ മരുഭൂമിയിലൂടെ കടന്നു പോകുന്നവർ വിശ്വസിക്കണം, കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ പെരുമഴ പെയ്യ്ക്കുവാൻ സാധിക്കും. നമുക്ക് കർത്താവിനോട് പറയാം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആരിലെ കഷ്ടങ്ങൾ ഓർക്കുകയില്ല ഞാൻ, പാലകനേശുവൻ കൂടെയുള്ളതാ. ആരിലെ കഷ്ടങ്ങൾ ഓർക്കുകയില്ല ഞാൻ, പാലകനേശുവൻ കൂടെയുള്ളതാ. പാലിക്കും സ്നേഹിക്കും പ്രാണവല്ലഭൻ, പാവന ജീവിതം നൽകിടും സദാ. പാലിക്കും സ്നേഹിക്കും പ്രാണവല്ലഭൻ, പാവന ജീവിതം നൽകിടും യേശുവിന്റെ ആ സ്നേഹമേ എത്ര മാധുര്യം ഹല്ലേലൂയ. ആ നാമമേ എത്രയാനന്ദം ആ സ്നേഹമേ എത്ര മാധുര്യം ആ നാമമേ എത്രയാനന്ദം. ഇന്നേ ദിവസം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് കർത്താവിൽ സന്തോഷത്തോടെ ഇരിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.